വാർത്തകൾ വിശദമായി നോക്കാം. KJ ഷൈനെതിരായ അപവാദ പ്രചാരണ കേസിൽ KM ഷാജഹാൻ അറസ്റ്റിൽ. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് എറണാകുളം ചെങ്ങമനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷാജഹാന് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, എന്തായാലും KJ ഷൈന്റെ പരാതിയിലാണ് ഇപ്പോൾ ഷാജഹാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചോദ്യം ചെയ്യലിന് ശേഷവും അധിക്ഷേപ പരാമർശമുണ്ടായി എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ എന്തെല്ലാം വകുപ്പ് ചുമത്തിയാണ് നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്? അതുപോലെ തന്നെ ഷാജഹാന്റെ ആരോഗ്യനില എങ്ങനെയാണ്? സ്വാതി ഈ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ഒപ്പം തന്നെ IT ആക്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാജഹാന് ഇപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചു. ഇതേ തുടർന്ന് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചെങ്ങമനാട് പോലീസാണ് തിരുവനന്തപുരത്തെ വീട്ടിലെത്തി ഇയാളുടെ കസ്റ്റഡിയിലെടുക്കുന്നത്. അവിടെ വെച്ച് ഇയാൾ പോലീസിനെ എതിർക്കാൻ ശ്രമിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇയാളുടെ കസ്റ്റഡി വേഗത്തിലാക്കിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാളുമായി അവിടെ നിന്ന് തിരികെ വരാൻ ശ്രമിക്കുമ്പോഴാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചത്. ഇതേ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സ്വാതി, സഹിൻ, ഇന്ന് തന്നെ തിരികെ കൊച്ചിയിലേക്ക് എത്തിക്കുമോ? അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? അക്കാര്യം ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല സ്വാതി. കാരണം ഇനി പരിശോധിക്കേണ്ടതായുണ്ട്. പരിശോധനയുടെ ഒടുവിൽ ഡോക്ടർമാർ നൽകുന്ന സർട്ടിഫിക്കറ്റിന് അനുസൃതമായിട്ട് ഷാജഹാനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരണോ അതോ മെഡിക്കൽ കോളേജിൽ തന്നെ തുടരണോ എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ശരി സഹിൻ, KJ ഷൈനെതിരായ അപവാദ പ്രചാരണ കേസിലാണ് KM ഷാജഹാൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് എറണാകുളം പോലീസ് എത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഷാജഹാന് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് സഹിൻ ആന്റണി നൽകിയത്.